എന്താണോ കംഫർട്ടബിൾ അത്. പിന്നെ സാരി എടുത്തിട്ട് പർദ്ദ ഇടണമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യം. സാരി എടുത്തിട്ട് വയറ് കാണിക്കാതെ ഇവിടെ എല്ലാം സെറ്റിപ്പോൾ നടക്കുന്ന കാര്യം. എൻ്റെ കംഫർട്ടബിളാണ് ഞാൻ ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, പണ്ടൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത്, പഴയ കാലത്ത് ഒരു മുമ്പ് ദിവസം ഒരു വയറ് കാണത്തില്ലേ? നമുക്ക് സാരി ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, രേണുസുതി ഇതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാം, ഇത് ആരെന്നറിയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതിയുടെ ഒരവസ്ഥ ആലോചിച്ച് നോക്കുമ്പോഴേ ഏറി വന്ന ഒരു 6-7 മാസത്തിനപ്പുറത്തേക്ക് ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവില്ല. രേണുസുതി ഔട്ടായി തുടങ്ങി. ഇപ്പം തന്നെ ചാനൽ പ്രവർത്തകരൊന്നും ഇവരത്ര വിളിക്കുന്നില്ല. എന്താണ് ഇവരെ പ്രശ്നമെന്ന് ഞാൻ ചുമ്മാ ആലോചിച്ച് നോക്കുമ്പോൾ സുഹൃത്തുക്കളെ, ഇത് ഒരു ചില്ലറ മാനസിക രോഗം കൂടിയാണ്. ഇതിനെ വേണമെങ്കിൽ FOBI എന്നൊക്കെ പറയാം, ഫിയർ ഓഫ് ബീയിങ് ഇഗ്നോർഡ് എന്ന് വേണമെങ്കിൽ അത് നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് താൻ ഇതുവരെ എന്താണോ ഈ പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത്, അപ്പോൾ തൻ്റെ പിന്നാലെ ചാനൽ പ്രവർത്തകർ വന്നിരുന്നു, ക്യാമറ പിടിച്ച ആളുകൾ വന്നിരുന്നു, തന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, തന്നെ പറ്റി ആളുകളൊക്കെ എപ്പോഴും കാണുകയും ചിരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ പറയുന്നൊരവസ്ഥയില്ലേ, ഈ അവസ്ഥ തൻ്റെ ജീവിതത്തിൽ ഇനി ഇല്ലാണ്ടാവുമോ എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു മാനസിക പ്രശ്നത്തെ വേണമെങ്കിൽ നമുക്ക് FOBI എന്ന് വിളിക്കാം. അതൊരു ഫോബിയാണ്, ഫിയർ ഓഫ് ബീയിങ് ഇഗ്നോർഡ് എന്നാണ് നമുക്കതിന് പറയാം. ആരും ശ്രദ്ധിക്കാതെ പോകുമോ എന്ന് പറയുന്ന ഒരു അപാരമായിട്ടുള്ള ഭയം. ഇതിന്റെ ഭയത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. എന്താണ് മിസ്സിംഗ് ഔട്ട്? സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഇത്രയേ ഉള്ളൂ. ജീവിതം എല്ലാവരും ആഘോഷിക്കപ്പെടുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് താൻ മാത്രം പുറത്താക്കപ്പെടുമോ? തന്നെ പറ്റി മാത്രം ഒരു വർത്തമാനവും സോഷ്യൽ മീഡിയ ഇല്ലാതിരിക്കുക. മറ്റേ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ മുഖം മാത്രമേ കാണുന്നുള്ളൂ. ഇതില്ലാത്തൊരവസ്ഥ വരുമോ എന്ന് പറയുന്ന അവസ്ഥയാണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതിന് പറയുന്നത് FOMO എന്നാണ്, ഫോമോ എന്ന് പറയാം. ഇതിനെ വേണമെങ്കിൽ വേറെ ഇതിൽ പറയാം സോഷ്യൽ മീഡിയ ആങ്സൈറ്റി എന്നൊക്കെ പറയാം. ഉത്കണ്ഠ, തന്നെ ആളുകൾ എന്ത് കരുതും, മറ്റുള്ളവർ എന്ത് കരുതും എന്നൊക്കെ പറയുന്ന പരിപാടികളാണ് ഇതുള്ളത്. അതായത് ഇതിന്റെ വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളെ പറ്റി അറിയുക, മറ്റുള്ളവർ നമ്മളെ തിരിച്ചറിയുക എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടാകുമ്പോഴേ നമ്മുടെ തലച്ചോറിലൊരു ഡോപ്പമൈൻ ഉണ്ടാവും, ഒരു സന്തോഷത്തിന് ഡോപ്പമൈൻ ഉണ്ടാവും. അത് ഈ ആളുകൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഡോപ്പമൈൻസ് ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ ഈ സംഗതി കുറയും, ആളുകൾ തിരിച്ചറിയാതാവും. തിരിച്ചറിഞ്ഞാലും വില കൽപ്പിക്കാത്ത രീതിയിൽ പട്ടി വെറ്റ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തേരാപാര നടക്കേണ്ടി വരും. അപ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ വേദന അതിഭീകരമായിരിക്കും. ചില ആളുകൾക്കൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് മാനസികമായിട്ട് പാടെ തകർന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ ആവുമ്പോൾ ഇനി അടുത്തൊരു പണി എന്താ വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എല്ലായ്പ്പോഴും നിലനിൽക്കാൻ എന്ത് ചെയ്യും? അതാണ് ഇത്തരം ആളുകളൊക്കെ അന്വേഷിക്കുക. സോഷ്യൽ മീഡിയയിൽ തന്നെ എപ്പോഴും കാണണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആളുകൾ തന്നെ പറ്റിയിട്ട് മാത്രം ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ പെട്ട ഒരാളാണോ ഈ രേണുസുതി എന്ന് പറയുന്ന ഒരാള് എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇത്തരം ആളുകളെ മുഴുവൻ ഉദാഹരിച്ചുകൊണ്ടാണ് പറയുന്നത്. അതിനൊരു സ്പെസിമെൻ എന്ന നിലയ്ക്ക് ഞാൻ ഈ ഒരു സ്ത്രീ എടുത്തു എന്ന് മാത്രം. എനിക്ക് പേഴ്സണലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ, എനിക്ക് ഇവരെ ഇഷ്ടമൊന്നുമല്ല. ഇവർ വീഡിയോസിൽ കാണുമ്പോൾ ഒരു തലപ്പം അത് ആവശ്യമില്ലാത്തൊരു വീഡിയോ ആണ്. നമുക്കൊരു തരത്തിലും പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഇൻഫോർമേറ്റീവായിട്ടോ എൻ്റർടൈനിങ് ആയിട്ടോ ഒരു തേങ്ങയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഇതിൻ്റെ പിന്നാലെ പോകുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ അവഗണിച്ച ഒരാളാണ്. ഇതേപോലെ അവഗണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇനി ഫിയർ ഓഫ് ബീയിങ് ഇഗ്നോർഡ് പോട്ടെ, ഇതിനോടൊക്കെ അപ്പുറം തന്നെ എങ്ങനെയാണ് ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ ആളുകളൊക്കെ ഉപയോഗിക്കേണ്ടത്? അതായത് എന്തായാലും താൻ ഈ മീഡിയയിൽ നിന്ന് തന്നെ ഒഴിവാക്കപ്പെടുമോ എന്നുള്ള വലിയ പ്രശ്നം ഉണ്ടാവില്ലേ? അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ അതിനൊരു ഉത്തരം എന്ന് പറയുന്ന രീതിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുടുംബത്തെ കൊണ്ടുവരിക എന്നതാണ്. കുടുംബ പ്രശ്നങ്ങളെ കുറിച്ച് പറയുക, നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് സംസാരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. 2, എന്ത് ചോദ്യത്തിനും എന്തെങ്കിലുമൊക്കെ ഉത്തരം പറയുക. നമ്മുടെ നാട്ടിൽ വടിക്ക് ഉത്തരം പറയാന്നൊക്കെ പറയും. എന്ത് ചോദിച്ചാലും അതിന് എന്തെങ്കിലുമൊക്കെ ഒരു വക ഉത്തരങ്ങൾ കൊടുക്കുക. തെറ്റാണോ ശരിയാണോ എന്നാലും ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ട്രോളായിട്ടും മറ്റൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും. ഏറ്റവും അവസാനം സോഷ്യൽ മീഡിയയിൽ പ്രിയപ്പെട്ടവരെ ഓർത്ത് കരയുക എന്നുള്ളതാണ്.
പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഓർത്ത് കരയുക. ഏറ്റവും അവസാനം ആരെ പറ്റിയിട്ടാണോ ഇത്രയും കാലം നമ്മൾ വിറ്റ് ജീവിച്ചിരുന്നത് അവരെ മറക്കുക, മറന്നു എന്ന് അഭിനയിക്കുക, അതിന്റെ ഭാഗമായിട്ട് ചോദ്യങ്ങളൊക്കെ കിട്ടുക, വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാവുക എന്നുള്ളതാണ്. ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രവണത എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് അവരെ ശരീരഭാഗങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്, പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എന്താണ്, ക്ലിവേജ് ചെറുതായിട്ടൊന്ന് കാണിക്കുക. ഇപ്പൊ ഞാനിപ്പോ ഇതിപ്പോ ഷർട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, അതൊന്നും ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും ആളുകൾക്ക് ഇപ്പോൾ ഒന്നും ഫീൽ ചെയ്യാനില്ല. എന്നാൽ അതേ സമയം തന്നെ ഇത് ഒരു സ്ത്രീ ആയിരിക്കും, ക്ലിവേജ് ഒരല്പം കാണുന്നില്ലെങ്കിൽ എന്താ പറയാ, ഈ കാറിന്റെ ഇതൊക്കെ ഉണ്ടാവില്ലേ, ബെൽറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഒരല്പം പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആളുകൾക്ക് ഒരു അറ്റൻഷൻ കിട്ടും. ചില ആളുകൾ കിട്ടും, ഭയങ്കരമായിട്ട് അറ്റൻഷൻ കിട്ടും. സോറി, ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞുള്ളൂ. ഒരു അറ്റൻഷൻ കിട്ടും. അറ്റൻഷൻ കിട്ടുമ്പോൾ അവർ കുറച്ചു കാലം ഒരുപക്ഷെ അതിന് പോസിറ്റീവായിട്ടും എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും ആളുകൾ കമന്റ് അടിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കറങ്ങും. അതിന്റെ ഈ കാണിക്കൽ എന്ന് പറയുന്ന പരിപാടി വെച്ച് കൂട്ടുകയോ അതിന്റെ അളവ് കൂട്ടുകയോ അളവ് കുറയ്ക്കുകയോ ഒക്കെ അത് അവരുടെ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം അവര് അത് വൈറലാവുന്നു ഇല്ലയോ എന്നനുസരിച്ചിട്ട് അവർക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ നടക്കുന്നത്. ഈ ഒരു വഴിയിലൂടെയൊക്കെയാണ് ഇപ്പോൾ ഈ രേണുസുതി അടക്കമുള്ള ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. രേണുസുതി ഏറ്റവും അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ അടുത്ത് ഏതോ കാറിൽ പോകുമ്പോൾ അവർ അങ്ങനെ ഒരു ചില്ലറ കോപ്രായത്തരങ്ങളൊക്കെ കാണിച്ചായിരുന്നു. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോവുക? ഇവരുടെ ഈ കോപ്രായങ്ങള്, ഇവരുടെ ഈ മറുപടികള്, മരിച്ചുപോയ ഒരാളെ പറ്റിയിട്ടുള്ള വിറ്റിട്ടുള്ള അത്ര ജീവിതങ്ങള്, ഇതൊക്കെ ആളുകൾക്ക് മടുക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകൾക്ക് മടുക്കും. കാരണം ഇതിലെവിടെയും ഒരു കോണ്ടന്റ് ഇല്ല. നമ്മളെ 24 മണിക്കൂറും അല്ലെങ്കിൽ എല്ലാ കാലവും പിടിച്ചിരുത്താൻ കഴിയുന്ന ഒരു കോണ്ടന്റ് ഇവർ സംഭാവന ചെയ്യുന്നില്ല. മോഹൻലാലോ മമ്മൂട്ടി അല്ലല്ലോ, അവരൊക്കെ നമുക്ക് എല്ലാ കാലവും നമ്മുടെ മുമ്പിലേക്ക് ഒരു കോണ്ടന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പിടിച്ചിരുത്താൻ വേണ്ടിയുള്ള കോണ്ടന്റുകൾ നമുക്ക് ഇടക്കിടക്ക് നൽകുന്നുണ്ട്. ഇത്തരമൊരു സംഗതി അത് അതിനെ ഏറ്റവും പോസിറ്റീവായ രീതിയിൽ നൽകിയാൽ മാത്രമാണ് ആളുകൾ ഇതിൻ്റെ ഒപ്പം ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആളുകൾ അവഗണിക്കും. അങ്ങനെ അവഗണിച്ച് ആരും ശ്രദ്ധിക്കാനില്ലാതെ ഒരു പക്ഷേ മെന്റലി തകരാം. ചില ആളുകൾക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മാനസികമായിട്ട് ആകെ തകർന്ന് പണ്ടടക്കി പോയ ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നീട് അത് റിക്കവർ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സ്വസ്ഥ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക എന്നീ പരിപാടിയായിട്ടൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. എന്തായിരിക്കും ഇവരുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 വർഷം, ഞാൻ അതും കരുതുന്നില്ല, 1 വർഷത്തിനപ്പുറത്തേക്ക് അവഗണിക്കപ്പെടേണ്ട ഒരു ലൈഫായിട്ട് രേണുസുതി അടക്കമുള്ള ആളുകളുടെ ലൈഫ് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ബൈ.